മീറ്റർ വീതി, പാലത്തിന്റെ അവസാന ഭാഗത്ത് 11 മീറ്റർ നീളത്തിലും 7 മീറ്റർ വീതിയിലുമായി കാഴ്ചകൾ ആസ്വദിക്കാൻ പ്ലാറ്റ്ഫോം. ഒരേ സമയം 100ഓളം ആളുകളെ ഉൾക്കൊള്ളുവാനുള്ള ശേഷി പാലത്തിനുണ്ട്. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവർത്തന സമയം. ചെറിയ എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്ന് നോക്കി ഇതിനെയാകെ തകർക്കുവാൻ വേണ്ടി ആ കണ്ണിലെ കരടുള്ളവർ ശ്രമിക്കുന്നു. അത് കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ ഒരു പ്രത്യേക ലോബിയാണ്. നാളെ വർക്കലയിലും ഇത്തരം പ്രചരണങ്ങൾ നടത്തും. കാരണം ആളുകൾ ഇവിടെ വരും. ഇപ്പോൾ 1 ലക്ഷം ആളാണ് വരുന്നതെങ്കിൽ ഒരു 5 ലക്ഷം ആളുകൾ വരും. അതിനനുസരിച്ച് ഇവിടെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. കുറെ പേർക്ക് തൊഴിൽ ലഭിക്കും. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ ഭയപ്പെടേണ്ടതുണ്ടോ? ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആക്ച്വലി കേരളത്തിലല്ല ആദ്യം വരുന്നത്. അത് പലയിടത്തും വന്നിട്ടില്ലേ, എല്ലായിടത്തും വിജയകരമായിട്ട് പോകുന്നില്ലേ. പിന്നെ നമ്മൾ മാത്രം എന്തിനാണ് ഈ പേടിക്കുന്നത്? അപ്പോൾ ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളൊക്കെ പാലിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് കയറിക്കൂടെ? ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് ഇട്ടിരിക്കുന്നത്. പെട്ടെന്നൊന്നും പറ്റത്തില്ല. നമ്മൾ 1 വർഷത്തിൽ 6 മാസമായിരിക്കും നമ്മൾ ഇത് ഇടുന്ന. 100 people can, but we are giving for 50 to 60% only. സഞ്ചാരികൾക്ക് ഇതൊരു നവ്യാനുഭവമാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ വർക്കല ഒരുപാട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മറ്റുള്ള ബീച്ചിനെ അപേക്ഷിച്ച് ശാന്തമായ ഒരു അന്തരീക്ഷം. This is the first time experience and it is like really good. I mean, youngsters of our age obviously definitely want to try everything new. And this is definitely one of them. സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സുരക്ഷാ ബോട്ടുകൾ, ലൈഫ് ജാക്കറ്റുകൾ, ലൈഫ് ഗാർഡുകൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരുടെ സേവനമുണ്ടാകും. 1400ഓളം ഉന്നത നിലവാരമുള്ള പ്ലാസ്റ്റിക് ബ്ലോക്കുകൾ ചേർത്തുറപ്പിച്ചാണ് കടലിൽ പൊങ്ങിക്കിടക്കുന്ന പാലം നിർമ്മിച്ചത്. 120 രൂപയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവേശനത്തിലുള്ള നിരക്ക്. 20 മിനിറ്റ് പാലത്തിൽ ചെലവഴിക്കാം. ക്യാമറമാൻ രതീഷ് വെൺപകലിനും അനുരൂപിനുമൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്.